ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ചെറുതുരുത്തി പുതുശ്ശേരിയിൽ പഞ്ചായത്തിന് പുറത്തുനിന്നെത്തിച്ച മൃതദേഹങ്ങൾ പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കാൻ അനുവദിക്കാതെ നാട്ടുകാർ തടഞ്ഞു. ഷൊർണൂർ നഗരസഭയിലെ ശ്മശാനത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പുതുശ്ശേരിയിലേക്ക് എത്തിച്ച മൃതദേഹങ്ങളാണ് സമീപവാസികൾ തടഞ്ഞത്. പഞ്ചായത്തിന് പുറത്തുനിന്നെത്തിക്കുന്ന മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് കോടതി വിലക്ക് നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സ്ഥിതി ഒന്നും രണ്ടൊന്നല്ല, നിങ്ങൾ മടക്കിക്കൊണ്ടിട്ട് ഇവിടുന്ന് ഇവിടെ അല്ല പരിപാടി. ഇവിടെ ആരെ വിളിച്ച് ആ പത്രക്കാരോട് ആരും വിളിക്കട്ടെ. ആരെ വിളിച്ച് പറയും, വിളിച്ചാളെ ഫോൺ നമ്പർ വിളിച്ചു റിപ്പോർട്ടർ പറഞ്ഞു കൊടുത്തു. ആരെ വിളിച്ചെത്തിക്കുന്നത്? ശക്തമായ മഴയിൽ ഭാരതപ്പുഴ കരകവിഞ്ഞതോടെ ഷൊർണൂർ നഗരസഭാ ശ്മശാനത്തിൽ വെള്ളം കയറി. ഇതോടെ ഇവിടെ സംസ്കരിക്കാനെത്തിച്ച മൃതദേഹങ്ങൾ ചെറുതുരുത്തി പുതുശ്ശേരിയിലെ പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിന് കൊണ്ടുപോവുകയായിരുന്നു. ഷൊർണൂർ, തൃശൂർ, എരുമപ്പെട്ടി എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ച മൃതദേഹങ്ങളെല്ലാം സമീപവാസികൾ തടഞ്ഞിട്ടു. പ്രളയത്തെ തുടർന്ന് ഷൊർണൂരിലെ ശ്മശാനം അടച്ചതിനാലാണ് പുതുശ്ശേരിയിലേക്ക് എത്തിച്ചതെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ മൃതദേഹത്തെ തടഞ്ഞ് സംസ്കരിക്കാൻ അനുവദിക്കാത്തതിൽ ബന്ധുക്കളും പ്രതികരിച്ചു. എല്ലാവർക്കും പറ്റും. ഇന്നത്തെ ഒരു ദിവസങ്ങളിലേ നോക്കണുള്ളൂ. അല്ലാതെ ദിവസങ്ങൾ മറ്റുള്ളവർ ബോഡി കൊണ്ട് സംഘത്തെ ബോഡി ഒക്കെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് ആരും പറയുന്നില്ലല്ലോ. അതൊന്നും മാറ്റി കിട്ടണം, അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് ബോഡി ഇതിപ്പോൾ എടുത്തേക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വേറെ ഒന്നിനും പറ്റില്ല, ബോഡി എടുത്തേക്കാൻ പറ്റില്ല. വീട്ടിൽ സൗകര്യമില്ലാത്ത സ്ഥലമാണ്, വീട്ടിൽ സ്ഥലമില്ല. അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഇവരെ കൊണ്ടേക്ക് അവിടെ ഏൽപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തു. അത് പറ്റാത്ത സ്ഥലത്തു നിന്നാണ് ഈ ബോഡി വരുന്നത്. അതേസമയം പ്രളയത്തെ തുടർന്നാണ് മൃതദേഹങ്ങൾ പുതുശ്ശേരിയിലേക്ക് എത്തിച്ചതെന്നും പഞ്ചായത്തിന് പുറത്തുള്ളവ സംസ്കരിക്കാൻ കോടതിയുടെ സ്റ്റേ നിലനിൽക്കുന്നുണ്ടെന്നും ശ്മശാന നടത്തിപ്പുകാരനും പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ വിവരം നമ്മൾ പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിയും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഉത്തരവ് പ്രകാരം, ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അനുമതിയോടുകൂടിയാണ് നമ്മളിവിടെ ചെയ്യാൻ തീരുമാനിച്ചു. ചെയ്യാൻ വന്നപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ ഇവിടെ വരികയും ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ വരികയും പിന്നെ SI വന്നു. അപ്പോൾ ആൾ വന്നിട്ടും ഇവിടെ പറഞ്ഞതെന്താ വെച്ചാൽ അങ്ങനൊരു അവസ്ഥ നിലനിൽക്കുന്ന കാരണം കൊണ്ട് ബോഡി ചെയ്യാൻ പാടില്ല തന്നെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇതിന് വീണ്ടും നമ്മൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കളക്ടറായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രകൃതി ദുരന്ത പശ്ചാത്തലത്തിൽ ഇത്തരമൊരു പ്രതിഷേധം ഉണ്ടാകേണ്ടതില്ലായിരുന്നെന്നും മൃതദേഹവുമായി എത്തിയവരും പറഞ്ഞു. മൃതദേഹവുമായി എത്തിയവരും തടയാനെത്തിയ പ്രദേശവാസികളും തമ്മിലും വലിയ വാക്കേറ്റമുണ്ടായി. ഒരു 10 വയസ്സായ കുട്ടിയാണ് ആ കുട്ടി അതുകൊണ്ടാ പറയണത്, അല്ല വേറെ ഒന്നുമില്ല. ഇത് എല്ലാവർക്കും സംഭവിക്കാം, അല്ല നമുക്ക് സംഭവിക്കും, നിങ്ങൾക്ക് സംഭവിക്കാം. അവിടെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബോഡി ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഒരു കുട്ടിയെ ആ കുട്ടി അമ്മ വെച്ചേക്കാം, മനസ്സിലാക്കി. അത് വേറെ ഒന്നുമില്ലല്ലോ. വെള്ളം കയറി പറ്റില്ല, അതുകൊണ്ട് വന്നു. പഞ്ചായത്ത് ആൾക്കാരെ കത്തിച്ച പുക വരില്ലേ, ആൾക്കാരെ കത്തിച്ച പുക അല്ല ഈ ശ്മശാനം ഇവിടെ ഉണ്ടായിട്ടല്ലേ വീട് വെച്ച്? ശ്മശാനം ആദ്യം ഉണ്ടായത് ഇവിടെ. ശ്മശാനം അത് പറയുന്നിട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ചോ, ഞങ്ങളുടെ അവസ്ഥകൾ ആലോചിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം അറിയേണ്ടാണ്ട് ബ്ലോക്കുകൾ മാത്രം കറിയുള്ളൂ. ഞങ്ങളിതൊരു രാത്രി മൂലം ബുദ്ധിമുട്ടിലായിരുന്നത് അറിയോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി മൂലം 2 മണി മുതൽ നിൽക്കാണ് ഇവിടെ. അത് നിങ്ങൾ മനസ്സിലാക്കില്ല കേട്ടോ. ആൾക്കാരൊക്കെ നനഞ്ഞു കുളിച്ച് 15 കൊല്ലമായിട്ട് അനുഭവിക്കുന്നത്. 15 കൊല്ലമായിട്ട് അതിന്റെ മുമ്പിൽ 2 കുട്ടിക്കാലത്തും കൂടെ നടന്നു. നിങ്ങൾക്കുള്ളൊരു മനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള അവസ്ഥ ചെയ്യോ? നിങ്ങൾ പറയും ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ ഇതുപോലെ നമ്മൾ തരത്തിൽ പറ്റില്ല. നിങ്ങൾക്ക് ഉണ്ടാവും
ഈ ബോഡി പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കണം. ഈ ബോഡി കുട്ടിയെടുക്കാൻ വേണ്ടി അപ്പൊ താല്പര്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ പറയണോ ആരടുത്ത് പറയാ മഴക്കാലല്ല ഇതന്നെ എല്ലാം അവര് ഈ പാർട്ടിക്കാരെ ഞങ്ങളുടെ മുമ്പിൽ കൂടുക. അവര് പാർട്ടിക്കാരെ ഞങ്ങൾ അവരാ പരിഹരിക്കേണ്ടത്. അത് അവരോട് അവരോട് ചോദിക്കുന്നത് 6 മാസം കഴിഞ്ഞു. 6 മാസം 7ാമത്തെ മാസം പോയില്ല. ആംബുലൻസ് ഡ്രൈവർമാരറിയല്ലോ. അവരറിയില്ല. ആംബുലൻസ് ഡ്രൈവർമാരറിയല്ലോ. എന്ത് ചെയ്യുന്നില്ല. അത് അവരോട് വെക്കുന്നത് കോടതി ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ അനുവദിക്കാനാവില്ലെന്ന് അവർ പറഞ്ഞു. മൃതദേഹം സംസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ശ്വസിക്കാനാവില്ലെന്നും കുട്ടികൾക്കുൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്കും, ആ പുക അപ്പൊ മേലേക്ക് പോകില്ല. ഈ മഴക്കാലമായ അത് ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ദുർഗന്ധം, വളരെ ദുർഗന്ധം. ഞങ്ങൾ ഇതിനെ ആക്ഷേപിക്കാറുണ്ട്. പക്ഷെ ആക്ഷേപിക്കാൻ ആ പഞ്ചായത്തും ഉൾപ്പെടെ എല്ലാവരും ഞങ്ങളെ അവഗണിക്കലാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അങ്ങനെ ഹൈക്കോടതി കുറേ നാൾ കേസ് നടത്തി. അങ്ങനെ കേസിൻ്റെ വിധി അവസാനം അതിന് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഈ പഞ്ചായത്തിൻ്റെ പ്രതിനിധിയാണ് ഇവിടെ സ്ഥിര താമസക്കാരായ ആളുകളെ അടക്കം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമല്ല. അത് എത്രയായാലും കുഴപ്പമില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരു മലപ്പുറം, കോഴിക്കോട്, പിന്നെ പാലക്കാട്, തൃശ്ശൂർ, പെരുമ്പാവൂർ, അത് എറണാകുളം ജില്ലയിൽ വരെ ഇവിടെ വന്നിരുന്നു. ഇത് 40-50 ശവങ്ങൾ ഇവിടെ ദഹിപ്പിക്കണം. ഇവിടെ വളരെ ദുർഗന്ധമായി ഞങ്ങൾ വെള്ളം കുടിക്കാനും കുട്ടികൾക്കും പല രോഗങ്ങളും ഇതുകൊണ്ട് വന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങളത് ആക്ഷേപിച്ച് ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വിധി തന്നു, ഈ പഞ്ചായത്തിലെ ആളുകളെ മാത്രം ഇവിടെ ദഹിപ്പിക്കാമെന്ന്. അത് ഞങ്ങൾ സമ്മതിച്ചു. ബഹുമാനപ്പെട്ട കോടതി വിധി ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ ഇവർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അവിടെ വെള്ളം ഇവിടെ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ എല്ലാ പഞ്ചായത്തിനും ഇതിന് ഗവൺമെൻറ്റിൽ നിന്ന് ഇതിനൊരു ഫണ്ടുണ്ട്. അത് ഫണ്ട് ഉപയോഗിച്ച് ഇവർ എല്ലാ പഞ്ചായത്തുകളും ഇത് ചെയ്യണമെന്നാണ്. തൊട്ടടുത്ത് പാഞ്ഞാൾ പഞ്ചായത്തിന് ഇതിനേക്കാൾ സ്ഥലമുണ്ട്. ദേശാലം പഞ്ചായത്തിന് നേരെ അപ്പുറത്ത് ഇതിനേക്കാൾ സ്ഥലമുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് ഉണ്ട്. അങ്ങനെ പല പഞ്ചായത്തിനും സ്ഥലമുണ്ട്. വടക്കാഞ്ചേരി പഞ്ചായത്തിൻ്റെ, മുള്ളൂർക്കര, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ ഇത് നടത്തുക കാരണം അവരൊന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അത് ആയിക്കോട്ടെ, അതിന് ഈ പഞ്ചായത്തിന്റെ ആയിക്കോട്ടെ, എല്ലായിടത്തും അങ്ങനെ ഉണ്ടല്ലോ പ്രശ്നം. ഫ്ലഡിന്റെ എല്ലായിടത്തും ഉണ്ട്. ഞങ്ങൾ മാനിക്കണോ? നാളുണ്ടാവണല്ലോ, കാലാകാലം ഉണ്ടാവണം. അപ്പൊ സംവിധാനം കാണണം. 2 ബോഡി ഇവിടെ വന്ന് ഞങ്ങൾ ഒന്നും മുണ്ടില്ല. കാരണം ഫ്ലഡാണ്. ഇത് തുടർച്ചയായിട്ട് വരുമ്പോൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം കോടതി വിധിയാണ്. അപ്പോൾ SI ഇവിടെ വന്നായിരുന്നു, CA വന്നായിരുന്നു. അവർ പറഞ്ഞ് കളക്ടറെ ഓർഡർ മേടിക്കുകയും എന്നിട്ട് നിങ്ങൾ ചെയ്ത വിരോധമില്ല, ഇപ്പം ചെയ്യാൻ പാടില്ല, ഇനി ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ നടപടി നിങ്ങൾ എടുത്തോളൂ, ഞങ്ങൾ വിളിച്ചു പറയാനാണ് പറഞ്ഞത്. ചെറുതുരുത്തി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ശ്മശാനത്തിന് മുമ്പിൽ മണിക്കൂറുകളോളം സംഘർഷ സാധ്യതയും നിലനിന്നു. ചിത്തര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.